Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. ചേലക്കരയിലും വയനാട്ടിലും വോട്ടർമാർ വിധിയെഴുതി കഴിഞ്ഞു. രണ്ടിടങ്ങളിലും പോളിംഗ് ശതമാനം കുറവാണെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ചേലക്കര മണ്ഡലത്തിലെ കഴിഞ്ഞ തവണ വിധിയെഴുതിയ 9 പഞ്ചായത്തുകൾ ഇക്കുറി എങ്ങനെയായിരിക്കും വിധിയെഴുതുക എന്നത് നമുക്ക് പരിശോധിക്കണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും LDF ഭൂരിപക്ഷത്തിലെ വ്യത്യാസമാണ് UDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. 5138 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ലോക്സഭയിൽ ചേലക്കര മണ്ഡലത്തിൽ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നത് എന്നതാണ് UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം. പക്ഷേ 77.4% പോളിംഗ് രേഖപ്പെടുത്തിയ 2021 പോളിംഗ് ഇക്കുറി ആവർത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറെ കൗതുകകരമായ കാര്യം. നമുക്ക് നോക്കാം. പഴയന്നൂരിലെ പഞ്ചായത്തിലെ കണക്കാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. ചേലക്കര മണ്ഡലത്തിൽ പഴയന്നൂരിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ലീഡ് നോക്കൂ, 4027 വോട്ടുകളാണ്. എന്നാൽ ലോക്സഭയാകുമ്പോഴേക്കും പഴയന്നൂരിൽ, ഓർമ്മിക്കണം, പഴയന്നൂർ ഒരു UDFന്റെ പഞ്ചായത്താണ്. UDF പഞ്ചായത്തിൽ രമ്യ ഹരിദാസ് ലീഡ് ചെയ്തിരിക്കുന്നത് 82 വോട്ടുകൾക്കാണ്. അതായത് 2021 LDFന് കിട്ടിയതിനേക്കാൾ 82 വോട്ടുകൾ UDFന് അധികമായിട്ട് കിട്ടുന്നു. 2024 വോട്ട് വ്യത്യാസം നോക്കൂ. LDFന് 4109 വോട്ടുകൾ പഴയന്നൂർ പഞ്ചായത്തിൽ 2021 അപേക്ഷിച്ച് 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ നഷ്ടമാകുന്നു. പക്ഷെ ഓർമ്മിക്കണം, കെ രാധാകൃഷ്ണൻ തന്നെയാണ് സ്ഥാനാർത്ഥി. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും രണ്ടായിട്ടാണ് വിധിയെഴുത്ത് നടക്കുക. ആ വിധിയെഴുത്തിൽ പഴയന്നൂർ ഒരു UDF പഞ്ചായത്തായിട്ടും 82 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ രമ്യ ഹരിദാസിന് നേടാൻ സാധിച്ചിട്ടുള്ളൂ. പഴയന്നൂർ പോലെ UDFന്റെ സ്ട്രോങ് ഹോൾഡായ ഒരു പഞ്ചായത്തിൽ 82 വോട്ടുകൾ മാത്രമാണ് ലോക്സഭയിൽ UDF കാൻഡിഡേറ്റിന് നേടാൻ സാധിച്ചത്. മുള്ളൂർക്കരയിലേക്ക് വന്നാൽ, മുള്ളൂർക്കരയും UDF ലീഡ് ചെയ്ത പഞ്ചായത്താണ്. 2021 2712 വോട്ടുകളാണ് LDFന് ലഭിച്ചതെങ്കിൽ 2024 ആകുമ്പോഴേക്കും UDF ലീഡ് ചെയ്യുന്നതായിട്ട് കാണാം. 255 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മുള്ളൂർക്കര പഞ്ചായത്ത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് കൊടുക്കുന്നത്. നോക്കൂ, LDFന്റെ വോട്ട് പെർസെന്റേജിൽ വന്നിരിക്കുന്ന ഇടിവ്, വോട്ടിംഗിൽ വന്നിരിക്കുന്ന ഇടിവ്. 2967 വോട്ടുകൾ 2021 അപേക്ഷിച്ച് LDFന് നഷ്ടപ്പെടുന്നതായിട്ട് കാണാം 2024. ഇനി ചേലക്കരയിൽ രാധാകൃഷ്ണന്റെ സ്വന്തം മണ്ഡലത്തിൽ 367 വോട്ടുകളുടെ ലീഡാണ് രമ്യ ഹരിദാസ് നേടിയത് 2024. 2024 നോക്കൂ, കണക്കുകൾ പറയുന്നത് 6949. അതായത് രാധാകൃഷ്ണന് 39,400 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിക്കൊടുത്ത 2021 രാധാകൃഷ്ണന്റെ ചേലക്കര പഞ്ചായത്തിൽ 6949 വോട്ടുകളുടെ ലീഡാണ് കിട്ടിയതെങ്കിൽ ലോക്സഭയിൽ ആ ലീഡ് നഷ്ടപ്പെടുന്നു. 7316 വോട്ടുകൾ CPMന് നഷ്ടപ്പെടുന്നു. ഈ 3 മണ്ഡലങ്ങളാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായിട്ട് വിധിയെഴുതിയത്. തിരുവല്ലോമലയിലേക്ക് വന്നാൽ, തിരുവല്ലോമലയിൽ LDF 2021 4268 വോട്ടിന്റെ ലീഡാണ് നേടിയത്. എന്നാൽ 2024 ആകുമ്പോൾ 1029 വോട്ടിന്റെ ലീഡായിട്ട് കുറയുന്നു. ഏകദേശം 3239 വോട്ടുകൾ രാധാകൃഷ്ണന് തിരുവല്ലോമല മണ്ഡലത്തിൽ നഷ്ടപ്പെടുന്നു. കൊണ്ടാഴി UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. അവിടെ 3571 വോട്ടുകൾ 2021 LDF ലീഡ് നേടി. 2024 1176 വോട്ടിന്റെ ലീഡ് LDFന് നേടാൻ സാധിച്ചു. 2395 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായത്. അതായത് മുള്ളൂർക്കര, പഴയന്നൂർ, ചേലക്കര ഈ 3 മണ്ഡലങ്ങളിൽ, ഈ 3 പഞ്ചായത്തുകളിൽ മാത്രമാണ് UDFന് നേരിയ ഒരു ഭൂരിപക്ഷം കിട്ടിയത്. ബാക്കിയുള്ള 6 പഞ്ചായത്തുകളിലും LDFന് അനുകൂലമായിട്ടാണ് വിധി എഴുതിയത്. പാഞ്ഞാളിൽ 4920 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് LDFന് കിട്ടിയത് 2021. എന്നാൽ അതേ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ ലീഡ് 952 പാഞ്ഞാൾ പഞ്ചായത്തിൽ കുറയുന്നു. 3968 വോട്ടുകളുടെ ഇടിവാണ് പാഞ്ഞാൾ പഞ്ചായത്തിൽ ഉണ്ടാവുന്നത്. വള്ളത്തോൾ നഗറിൽ 5369 വോട്ടുകളുടെ ലീഡ് രാധാകൃഷ്ണൻ 2021 നേടിയത് 1405 കുറയുന്നു. നഷ്ടം 3964 വോട്ടുകളാണ്. ദേശമംഗലം ഇപ്പോഴത്തെ പ്രദീപിന്റെ സ്വന്തം തട്ടകത്തിൽ 2807 വോട്ടിന്റെ ലീഡാണ് രാധാകൃഷ്ണൻ നേടിയതെങ്കിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ LDFന് തന്നെയാണ് ലീഡ്. പക്ഷേ 148 കുറയുന്നു. LDFന്റെ വോട്ടിൽ സംഭവിച്ചിരിക്കുന്ന ഇടിവ് നോക്കൂ, 2659. വരവൂരിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ഇക്കുറിയും രേഖപ്പെടുത്തുമെന്ന് നമ്മൾ കരുതുന്ന വരവൂർ പഞ്ചായത്തിൽ 4113 വോട്ടിന്റെ ലീഡാണ് 2021 LDF രാധാകൃഷ്ണൻ നേടുന്നതെങ്കിൽ 1167 ലീഡ് കുറയുന്നു. 2946 വോട്ടിന്റെ വ്യത്യാസമുണ്ടാവുന്നു LDFന്. ഇതാണ് പഞ്ചായത്തുകളുടെ കണക്ക് വിവരം. ഈ പഞ്ചായത്തിന്റെ കണക്കുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ
LDF ഇപ്പോഴും UDF അപേക്ഷിച്ചൊരു മേൽക്കൈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതും പോളിംഗ് പെർസെൻറ്റേജ് 75% മുകളിൽ ഉണ്ടാവുന്ന പക്ഷം. എന്നാൽ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞാൽ അത് ആർക്കനുകൂലം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ജനവിധിയുടെ സൂചന എന്ത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ ചർച്ചയിലേക്കും അതിഥികളിലേക്കും പോകുന്നതിന് മുൻപ് ചേലക്കരയിലെ ഏറ്റവും ഒടുവിലത്തെ കണക്കുമായി നമുക്കിപ്പം ജെയ്സൺ ചേരും. അതേപോലെ വയനാട്ടിലെ കണക്കുമായി ദീപക് മോഹനും അലി അക്ബർ ഷായും നമുക്കിപ്പം ചേരുന്നുണ്ട്. ആദ്യം ഞാൻ പോകുന്നത് ചേലക്കരയിലേക്കാണ്. ചേലക്കരയിൽ ജെയ്സൺ ചമോളപ്പിലുണ്ട്. ജെയ്സൺ ചമോളപ്പിൽ ഏറ്റവും ഒടുവിലത്തെ കണക്കെന്താണ് പറയുന്നത്? എല്ലാ ബൂത്തുകളിലും പോളിംഗ് അവസാനിച്ചോ? നിലവിൽ എല്ലാ ബൂത്തുകളിലും പോളിംഗ് അവസാനിച്ചിരിക്കുന്നു. ഏകദേശം 6:54 ലഭിക്കുന്ന കണക്കനുസരിച്ച് 72.54% പോളിംഗ് ആണ് ചേലക്കര മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി നല്ലൊരു ശതമാനം കുറവ് ഇത്തവണ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിശക്തമായ തിരഞ്ഞെടുപ്പ് പ്രചാരണം, ശക്തമായ മത്സരം എന്ന നിലയിലെല്ലാം കഴിഞ്ഞ ഒരു മാസമായി വലിയ രീതിയിൽ 3 മുന്നണികളും പ്രകടനം നടത്തിയെങ്കിലും വലിയ രീതിയിൽ പ്രചാരണം നടത്തിയെങ്കിലും അത് പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ആരെ തുണയ്ക്കും ആരെ കൈവിടുമെന്ന കാര്യത്തിലൊന്നും ഇപ്പോൾ പ്രവചിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ പോളിംഗ് ശതമാനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി പറയാനാകില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമായി നമുക്ക് പറയാനാകും. 1996 മുതൽ വളരെ ശക്തമായ ഉറച്ച കോട്ടയായി LDF മുന്നോട്ട് പോകുന്ന ഈ ചേലക്കര മണ്ഡലം അവർ തന്നെ പിടിച്ചു നിർത്തും, അവർ തന്നെ വീണ്ടും നിലനിർത്തും എന്ന ആത്മവിശ്വാസം അവർക്കേകാൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി കഴിഞ്ഞ 3-4 മാസങ്ങളായി സംസ്ഥാനത്ത് ഉടലെടുത്തിരിക്കുന്ന രാഷ്ട്രീയ ചർച്ചകളും വിവാദങ്ങളും അതുപോലെ തന്നെ നിരവധി വികസന പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട സർക്കാർ വിരുദ്ധ നിലപാടുകളുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ പ്രവചിക്കാനാവില്ല. അതോടൊപ്പം തന്നെ PV അൻവറിന്റെ സാന്നിധ്യം, അവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടേതാകുമെന്ന കാര്യം ഇപ്പോൾ പ്രവചിക്കാനാകില്ല. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി BJPയുടെ ശക്തമായ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. അത് ആർക്ക് പ്രതികൂലമാകുമെന്ന് നമുക്ക് പ്രവചിക്കാനാകില്ല. എല്ലാ അർത്ഥത്തിലും പ്രവചനാതീതമാകുന്ന ഒരു മത്സരമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടെങ്കിലും അത് ആർക്ക് അനുകൂലമാകുമെന്ന് പറയാൻ കഴിയാത്ത ഏകദേശം 5% കുറവാണ് ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം ചേലക്കരയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. AK അഭിലാഷും സായ്കുമാറും നമുക്കൊപ്പമുണ്ട്. AK അഭിലാഷിലേക്ക് എത്തിയാൽ AK അഭിലാഷ്, ഇന്ന് രാവിലെ വലിയ നിര പല ബൂത്തുകളിലും കണ്ടുവെങ്കിലും ഉച്ചയോടുകൂടി പല ബൂത്തുകളും ഉറങ്ങുന്ന അവസ്ഥയിലേക്കാണ് എത്തിയത്. പല ബൂത്തുകളിലും കാര്യമായ വോട്ടർമാർ എത്തി വോട്ട് രേഖപ്പെടുത്തുന്നത് കണ്ടില്ല. 6 മണിക്ക് ശേഷം എനിക്ക് തോന്നുന്നു 99% ബൂത്തുകളിലും വലിയ നിരയും ക്യൂ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു തള്ളൽ, ഒരു വലിയ ആവേശം വോട്ടർമാരിൽ പ്രകടമായിരുന്നില്ലേ AK അഭിലാഷ്? ഡോക്ടർ അരുൺ, ഞാൻ നിൽക്കുന്നത് കൊണ്ടാഴി പഞ്ചായത്തിലാണ്. കൊണ്ടാഴി പഞ്ചായത്തിൽ വളരെ ശക്തമായ മത്സരം, പോരാട്ടമൊക്കെ നടന്നു. ഇന്ന് വലിയ തരത്തിലുള്ള പോളിംഗ് നടന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് 109 നമ്പർ ബൂത്തിലാണ്. ഇവിടെ 76% പോളിംഗ് നടന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഫോം വോട്ടുകൾ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറെ കൂടി ഈ വോട്ടിംഗ് ശതമാനം ഉയരാനുള്ള ഒരു സാധ്യതയാണ്. 1262 പേർ ഇവിടെയുണ്ട്. അത്തരത്തിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും ഇവിടെ കൃത്യമായ ഒരു രാഷ്ട്രീയ മത്സരം നടക്കുന്നു. UDFന് ഏതെങ്കിലും തരത്തിൽ ഈ മണ്ഡലം പിടിച്ചെടുക്കണമെങ്കിൽ ഈ കൊണ്ടാഴി പഞ്ചായത്തിൽ കൃത്യമായ മുന്നേറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തരത്തിലൊരു രാഷ്ട്രീയ പോരാട്ടം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. മറ്റൊരു കാര്യം എന്നുള്ളത്, ഞാൻ ഈ ബൂത്തിൽ വന്നപ്പോൾ അവസാനമായി കാണുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഇവിടെ ഏതാണ്ട് 5:45 കൂടി ഇവിടെ പോളിംഗ് പൂർത്തീകരിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ഒരാൾ വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ പ്രതിഷേധ വോട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. കാരണം അവസാന വോട്ട്, ലാസ്റ്റ് വോട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഈ ലാസ്റ്റ് വോട്ടിലേക്ക് ഇത് ചെയ്യാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതെൻ്റെ പ്രതിഷേധ വോട്ടാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ്
അടിച്ചേൽപ്പിച്ചതാണ്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ, ഒരു വോട്ടർ എന്ന നിലയിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം, രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ള ആ നിശ്ചയദാർഢ്യത്തോടു കൂടി മാത്രമാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിൽ വോട്ട് തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്ന നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല. ഇതൊരു സന്ദേശമായി സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കണമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇത്തരത്തിൽ നിഷേധ വോട്ടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്ന ഘട്ടത്തിൽ ജനങ്ങൾ നിരാശരാണ് എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വാശിയേറിയ പോരാട്ടമാകുമ്പോൾ പലരും വന്ന് വോട്ട് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിനോട് പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് അവർ പോയിട്ടുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആർക്ക് തിരിച്ചടിയാവും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്ന് വയനാട്ടിലെയും ചേലക്കരയിലെയും വോട്ടർമാർ കരുതിയതുകൊണ്ടാണോ പോളിംഗ് പെർസെന്റേജിൽ ഗണ്യമായ ഒരു ഇടിവുണ്ടായത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സായ്കുമാർ നമുക്കൊപ്പമുണ്ട് ചേലക്കരയിൽ. സായ്കുമാർ, ചേലക്കരയിൽ കണ്ട കാഴ്ചകൾ എന്തായിരുന്നു? രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിലും നീണ്ട ക്യൂ ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ എന്നാൽ വെയിൽ കനത്തതോടെ വോട്ടർമാരുടെ ആവേശവും തണുക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ വലിയ ക്യൂ ഒക്കെ കാണേണ്ട പല ബൂത്തുകളിലും ശുഷ്കമായ നിലയിൽ തന്നെയാണ് കണ്ടത്. 4-5 ചുരുക്കം ബൂത്തുകളിൽ ഒഴിച്ചു നിർത്തിയാൽ 6 മണിക്ക് ശേഷം ടോക്കൺ കൊടുക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നില്ല. ഏകദേശം 4.5% ഇടിവാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ചുരുങ്ങിയ പക്ഷം ഒരു 4% ഇടിവുണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. സായ്കുമാർ, എന്താണ് പോളിംഗ് ബൂത്തിൽ നമ്മൾ കണ്ടത്? വോട്ടർമാർക്ക് പതിവ് ആവേശമുണ്ടായിരുന്നില്ലേ? അരുൺകുമാർ, മുന്നണികൾക്കും പാർട്ടികൾക്കും വലിയ ആവേശമുണ്ടായിരുന്നു. അവർ അവരുടെ എല്ലാ കരുത്തും ഉപയോഗിച്ച് ഇവിടെ കാളെ എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. കുറേയധികം നമ്മൾ നേരിൽ കണ്ട കാഴ്ചയാണ്. പ്രായ പ്രശ്നങ്ങളൊക്കെ മറന്നുകൊണ്ട് ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കാനും അവരൊക്കെ ഒഴുകിയെത്തുകയും ചെയ്തിരുന്നു. രാവിലെ UDF ക്യാമ്പ് യഥാർത്ഥത്തിൽ ഈ ആളുകൾ ഒഴുകിയെത്തുമ്പോൾ വലിയ ആവേശത്തിലായിരുന്നു. കാരണം അവരുടെ പ്രചാരണം ഒരു പരിധിവരെ വിജയിച്ചു. കൂടുതൽ ആളുകൾ എത്തുന്നത് തങ്ങൾക്ക് ഗുണമാണ് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം UDF ക്യാമ്പ് അത്ര ഒരു ആവേശത്തിലല്ല. കാരണം ഈ പോളിംഗ് ശതമാനം കുറയുന്നത് ഏതെങ്കിലും തരത്തിൽ തങ്ങളെ ബാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട്. അതോടൊപ്പം ഈ മണ്ഡലം ഇതാ UDF പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന വ്യാപകമായിട്ടുള്ള ഒരു പ്രചാരണം ഒരു പക്ഷേ അത് UDFന് തന്നെ അവസാന ഘട്ടത്തിൽ തിരിച്ചടിയായോ എന്നുള്ളൊരു സംശയം കൂടി അവർക്കുണ്ട്. കാരണം ഇടതുപക്ഷത്തുള്ള ഏതെങ്കിലും തരത്തിൽ അതൃപ്തിയുള്ള ആളുകൾ പോലും തങ്ങൾക്ക് ഈ മണ്ഡലം കൈവിട്ടു പോകുമോ എന്നൊരു ആശങ്കയിൽ ഇടത് ക്യാമ്പ് കൂടുതൽ ഉണർന്നു പ്രവർത്തിച്ചോ എന്ന ഒരു സംസാരം ഇപ്പോൾ UDF ക്യാമ്പിലുണ്ട്. ഇപ്പോൾ ദേശമംഗലത്തായാലും പാഞ്ഞാളിലായാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ 50%-ലധികം പോളിംഗ് പൂർത്തിയായിരുന്നു. അതൊക്കെ ഇടതുപക്ഷത്തിന് നല്ല ശക്തിയുള്ള കേന്ദ്രങ്ങൾ കൂടിയാണ്. അതുകൊണ്ടാണ് ദേശമംഗലം പഞ്ചായത്തിൽ ഏറ്റവും ഒടുവിൽ UDFന്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതിഷേധം പോലും നമ്മൾ കണ്ടത്. നേരത്തെ LDFന്റെ വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെടുകയും തങ്ങളുടെ വോട്ടർമാർ വരുമ്പോൾ പ്രശ്നമുണ്ടാക്കുന്നു എന്നവർക്ക് പറയേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട്. അപ്പോൾ ഇടതുപക്ഷം അവരുടെ കൃത്യമായ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി അവരുടെ വോട്ടുകളെല്ലാം പെട്ടിയിലാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അരുൺകുമാർ 2019 ഇവിടെ രമ്യ ഹരിദാസ് ഭൂരിപക്ഷം നേടിയതാണ്. അപ്പോൾ നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകൾ ഇത്തവണ ആർക്ക് അനുകൂലമായി ചിന്തിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. 10,000-ലധികം പുതിയ വോട്ടർമാരുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതും പ്രധാനമാണ്. പിന്നീട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിലൊക്കെ അവർ കൂട്ടമായി വന്ന് വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വോട്ടുകൾ രാധാകൃഷ്ണന് വ്യക്തിപരമായി കിട്ടിയ വോട്ടുകൾ കൂടിയാണ്. അത് ഇത്തവണ പൂർണ്ണമായി രാധാകൃഷ്ണന്റെ പെട്ടിയിലാക്കാൻ കഴിഞ്ഞോ എന്ന ഒരു ചോദ്യത്തിന് കൂടി നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതിലേതെങ്കിലും തരത്തിലുള്ള വിള്ളൽ ഉണ്ടാക്കിയോ എന്നുള്ളത് ഇരുപക്ഷത്തിലും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തവണ ഭൂരിപക്ഷം കുറഞ്ഞതിൻ്റെ യഥാർത്ഥ കാരണം ആർക്ക് തിരിച്ചടിയാകും എന്നുള്ളത് മുന്നണികൾക്ക് പോലും ഇപ്പോൾ ഒരുപോലെ ചങ്കിടിപ്പേറ്റുന്നുണ്ട്. ചേലക്കരയിൽ നിന്ന് വരുന്ന കണക്കുകൾ ഇരു മുന്നണിക്കും ചങ്കിടിപ്പേറ്റുകയാണ്. അലമീൻ നിന്ന ബൂത്തിൽ അല്പം തിരക്കുണ്ടായിരുന്നു. അലമീൻ, ഇപ്പോൾ ബൂത്തിലെ തിരക്ക് അവസാനിച്ചു. അരുൺ, തിരക്ക് അവസാനിച്ചിട്ടില്ല. ഇനിയും 50-ൽ താഴെ, ഇപ്പോൾ കുറച്ചു മുമ്പ് ഒരു 48-ാം നമ്പർ ടോക്കൺ ആളും വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് പോയിരുന്നു. അപ്പോൾ എന്തോ ചെറിയ സംസാരമകത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സംശയം എന്തോ ഉണ്ട്, എന്തോ ഒരു പ്രശ്നം. ഇനി പുരുഷന്മാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഏതാണ്ട് സ്ത്രീകൾ 69 സ്ത്രീകളുണ്ടായിരുന്നു. അവർ വോട്ട് ചെയ്ത് മടങ്ങിയിരുന്നു. പുരുഷന്മാർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ വോട്ട് ചെയ്ത് മടങ്ങിയ ഒരാളുടെ പേരുമായി ബന്ധപ്പെട്ട് ഒരു കൺഫ്യൂഷൻ അവിടെ ഇരുന്ന ഏജന്റുമാർ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ വോട്ട് ചെയ്ത് ഏറ്റവും ഒടുവിൽ വോട്ട് ചെയ്ത് മടങ്ങിയ ആളെ ഇപ്പോൾ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. തിരിച്ചു വിളിച്ചത് കുറച്ചുകൂടി ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടി പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അകത്തേക്ക് കൊണ്ടുപോകുന്നു. തളിയിലാണ്, തളിയിലെ 7-ാം നമ്പർ ബൂത്തിലാണ്. ഈ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ക്യൂ തുടരുന്നുണ്ട്. അതിലേറ്റവും അവസാനം ഈ ക്യൂ നിന്ന് ടോക്കൺ വാങ്ങി വോട്ട് രേഖപ്പെടുത്തി പോയ ഒരാളുടെ പേരിലാണ് ഏജന്റുമാരെന്തോ സംശയം ഉന്നയിച്ചത്, പോളിംഗ് ഏജന്റുമാരെന്തോ സംശയം ഉന്നയിച്ചത്. ഇപ്പോൾ ആ മടങ്ങിയ ആളെ പോലീസ് മടക്കി വിളിച്ചിരിക്കുന്നു. ഇപ്പോൾ അത് ആ സംശയം ദൂരീകരിച്ച് അദ്ദേഹത്തെ വിടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. പേരുമായി ബന്ധപ്പെട്ട എന്തോ സംശയം എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അരുൺകുമാർ, എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ട്. ഏജന്റുമാരും പോലീസും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സംശയം ദൂരീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഏതൊരു കൺഫ്യൂഷൻ ഉയർന്നു വന്നതാണ്. ഇനി ഏതാണ്ടൊരു
55ഓളം ആളുകളാണ് ഇനിയും ഇവിടെ വോട്ട് രേഖപ്പെടുത്താനായി ഉള്ളത്. പുരുഷന്മാരാണ് അവർ. ഏതാണ്ട് 1 മണിക്കൂറിനകം ആ വോട്ടുകൾ രേഖപ്പെടുത്തി കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ചുരുക്കിയ ബൂത്തുകളിൽ 3-4 ബൂത്തുകളിൽ മാത്രമാണ് ക്യൂ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അല്ലമീൻ നിൽക്കുന്ന ബൂത്തിലാണ് അല്പമെങ്കിലും ക്യൂ ഉള്ളത്. 50-ൽ താഴെ വോട്ടർമാർ അവിടെ വോട്ട് രേഖപ്പെടുത്താൻ നിൽക്കുന്നു. അണികളിലും പാർട്ടി പ്രവർത്തകരിലും കണ്ട വലിയ ആവേശമൊന്നും ആ അർത്ഥത്തിൽ ബൂത്തിലേക്ക് എത്തുന്ന വോട്ടർമാരിൽ പ്രകടമായില്ല എന്നാണ് വയനാടിന്റെ കണക്കുകളും നമ്മളോട് പറയുന്നത്. ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 64.69% വയനാട്ടിലെ പോളിംഗ് ശതമാനം. കഴിഞ്ഞ തവണ അത് 70.57% എന്നത് ഓർമ്മിക്കണം. 2024 രാഹുൽ ഗാന്ധി രണ്ടാമത് വിജയിച്ചു പോകുമ്പോൾ 73.57% പോളിംഗ് ശതമാനമാണ് 65% എത്താൻ കിതയ്ക്കുന്നത് എന്നതാണ് ഏറെ കൗതുകകരമായ കാര്യം. നമുക്കൊപ്പം അലി അക്ബർ ഷാ, മുബഷീർ എന്നിവരുണ്ട്. ആദ്യം മുബഷീറിലേക്ക് ഒന്ന് പോകുന്നു. മുബഷീർ, ഏറനാട് മണ്ഡലത്തിലൊക്കെ 70% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി. എന്നാൽ വയനാട്ടിലെ പല മണ്ഡലങ്ങളിലും കാര്യമായ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടില്ല. ബത്തേരിയിലടക്കം 63% താഴെ മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കണക്കുകൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയ 73.57% എന്നുള്ളിടത്ത് 65%, ഏകദേശം 8.8% കുറവ് വയനാട്ടിലുണ്ടാവും. ആരുടെ ചങ്കടിപ്പാണ് ഏറുക മുബഷീർ? എല്ലാ മുന്നണികളും വലിയ ആശങ്കയിൽ തന്നെയാണ് അരുൺകുമാർ. അവരോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ലഭിച്ചിട്ടില്ലെന്നാണ് രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത്. വയനാടിനെ സംബന്ധിച്ച് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ചില ആളുകളിലൊക്കെ തന്നെ മടുപ്പുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഈ ഒരു പോളിംഗ് ശതമാനം തന്നെ വ്യക്തമാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പുറത്ത് ജോലി ചെയ്യുന്ന കൂടുതൽ ആളുകളും വോട്ട് ചെയ്യുന്നതിന് വേണ്ടി മണ്ഡലത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മുന്നണികൾ മനസ്സിലാക്കുന്നത്. അവരോടൊക്കെ തന്നെ പറഞ്ഞിരുന്നു അത് വോട്ട് ചെയ്ത് പോകണമെന്നുള്ളതാൽ ബാംഗ്ലൂർ ഇതുപോലെ തന്നെ മറ്റിടങ്ങൾ, ബോംബെ, ഡൽഹി പോലെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ആളുകളും മറ്റു മേഖലകൾ, തമിഴ്നാടിൻ്റെ മറ്റു മേഖലകളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ആളുകളും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തിയിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDF നേതാക്കളുമായി സംസാരിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ഒരു തരത്തിലും ഇത് ബാധിക്കില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. UDF ക്യാമ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം പോളിംഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏറനാട് നിയോജക മണ്ഡലത്തിലാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവർ സജീവമായി പ്രചാരണ രംഗത്തുണ്ടായിരുന്നത് പോളിംഗ് ശതമാനത്തിലും കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. PK ബഷീറൊക്കെ തന്നെ വളരെ സജീവമായി ആദ്യഘട്ടം മുതൽ തന്നെ പ്രചാരണ രംഗത്തുണ്ട്. അടിത്തട്ടിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ഏറനാട് മണ്ഡലത്തിൽ കണ്ടിരുന്നു. കുറുങ്ങാട്ടേരി പഞ്ചായത്താണെങ്കിലും അരീക്കോട് മേഖലകളിലൊക്കെ തന്നെ അത് പ്രതിഫലിച്ചു എന്നുള്ളതാണ് പോളിംഗ് ശതമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ തന്നെ സ്വാധീനമുള്ള മേഖലകളിലൊക്കെ തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞാൻ അലിയിലേക്ക് കൂടി പോയിട്ട് വരാം. ബഷീർ, ലീഗിന്റെ കോട്ടകളിലെല്ലാം വലിയ രീതിയിൽ പോളിംഗ് രേഖപ്പെടുത്തി. എന്നാൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ വലിയ കാര്യമായ വോട്ടർ ടേൺ ഔട്ട് ഉണ്ടായിട്ടില്ല, പോളിംഗ് ശതമാനം ഉണ്ടായിട്ടില്ല. വോട്ടർമാർക്കിടയിൽ മുന്നണിയിൽ കണ്ട ഈ പ്രിയങ്ക തരംഗം എന്ന പേരിൽ UDF പ്രതീക്ഷിച്ചതുപോലെ ഒരു ആവേശം പ്രകടമായില്ലേ അലി അക്ബർ ഷാ? തീർച്ചയായും അരുൺകുമാർ, അങ്ങനെ തന്നെ വേണം പറയാൻ. ഈ പ്രചരണ സമയത്ത് ഇവർ കാണിച്ച ഒരു ആവേശം അത് അണികളിലേക്ക്, താഴെ തട്ടിലേക്ക് എത്തിക്കാൻ, പ്രവർത്തകരിലേക്ക് എത്തിക്കാൻ, സാധാരണ വോട്ടർമാരിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു പ്രധാന കാര്യം ഇത് തന്നെയാണ്. മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന, പ്രധാനമായും കർഷക വൃത്തിയിൽ ഏർപ്പെടുന്ന, കർണാടകയിലും തമിഴ്നാട്ടിലും ജോലി ചെയ്യുന്ന ആളുകളെ തിരിച്ചെത്തിക്കാനുള്ള വാർഡ് തലത്തിലുള്ള അവരുടെ ശ്രമം അത് പാളിപ്പോയി എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. ഞാൻ ഏറ്റവും ഒടുവിൽ നിന്ന് 168 നമ്പർ ബൂത്ത് മുണ്ടക്കയിലെ ദുരന്തബാധിതർക്ക് വേണ്ടി തയ്യാറാക്കിയതായിരുന്നു. 1168 വോട്ടുകളായിരുന്നു ഇവിടെ രേഖപ്പെടുത്തേണ്ടിയിരുന്നത്. 720 വോട്ടുകളാണ് ഇന്ന് പോൾ ചെയ്യപ്പെട്ടത്. നമ്മളിതിന് ശേഷം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് സംസാരിക്കുമ്പോൾ അവർ ഇന്ന് ആ ബൂത്തിലാകെ പ്രതീക്ഷിച്ചത് 650 വോട്ടുകളാണ്. അതായത് ഈ ദുരന്തം എന്തായാലും മനുഷ്യരുടെ മനസ്സിൽ ഒരു മാനസിക സംഘർഷം ഉണ്ടാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ആ ബൂത്തിൽ 1168-ൽ 650 വോട്ടുകളെ അവർ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. ദുരന്തം മാത്രമാണ് ഇത്തരത്തിലൊരു പോളിംഗ് ശതമാനം കുറഞ്ഞതിന് കാരണമായതെന്ന് പറയാൻ കഴിയില്ല. മുന്നണികളുടെ പ്രവർത്തനത്തിൽ വന്ന പാളിച്ച കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. ഈ പൊതുയോഗങ്ങളിലേക്ക് വലിയ ആൾക്കൂട്ടങ്ങളെ എത്തിച്ച് മാധ്യമ ശ്രദ്ധയിലേക്ക് എത്തിക്കുക എന്നതിനപ്പുറത്തേക്ക് സാധാരണക്കാരായ വോട്ടർമാരിലേക്ക് ഒരു പരിധിക്കപ്പുറം ഇറങ്ങിച്ചെല്ലാൻ UDF ഉൾപ്പെടെയുള്ള മുന്നണികൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും ഉയരുന്നത്. UDF മുന്നണി ഇപ്പോഴും പറയുന്നത് പ്രിയങ്കയുടെ ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാകില്ല എന്നാണ്. പക്ഷേ കൃത്യമായ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും രണ്ടാം തവണ രാഹുലിന് നേടിയ കുറഞ്ഞ ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷത്തിലേക്ക് പോലും എത്താനുള്ള സാധ്യത തുലവും കുറവാണ് പ്രിയങ്കയ്ക്ക് ഇത്തവണ എന്നുള്ളത്. മറ്റ് രണ്ട് മുന്നണികളും അവരുടെ വോട്ട് ശതമാനം കൂട്ടാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അപ്പോഴും ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന പോളിംഗ് ശതമാനം അത് മൂന്ന് മുന്നണികളുടെയും സൂചിപ്പിച്ചതുപോലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല മുന്നണികളിലെ
ആത്മവിശ്വാസം വോട്ടർമാർ ഏറ്റെടുക്കാഞ്ഞത് എന്തുകൊണ്ട് നമ്മൾ വിശദമായി പരിശോധിക്കണം. പോൾ ഇടിവ് ഏത് മുന്നണിയുടെ നെഞ്ചിടിപ്പാണ് ഏറ്റുന്നത്? നമുക്കിപ്പം കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി, CPM പ്രതിനിധി നിതിൻ കണച്ചേരി, BJP പ്രതിനിധി ഉല്ലാസ് ബാബു എന്നിവരാണ്. ആദ്യം ഞാൻ നിതിൻ കണച്ചേരിയിലേക്ക് പോകുന്നു. നിതിൻ കണച്ചേരി, ചേലക്കരയിൽ ഏകദേശം 4% പോളിംഗ് ശതമാനത്തിലെ ഇടിവുണ്ട്. കഴിഞ്ഞ തവണ 77.57% പോൾ ചെയ്തിടത്താണ് ഇപ്പോൾ 72.54% ഉള്ളത്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 5%. അന്തിമ ഫലം വരുമ്പോൾ, അന്തിമ പോളിംഗ് ശതമാനം വരുമ്പോൾ ഒരു പക്ഷേ ഒരു 0.5% കൂടി വ്യത്യാസം വന്നേക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിലും 4% വോട്ട് അവിടെ കുറവ് രേഖപ്പെടുത്തുന്നതായിട്ട് കാണും. ഇത് ആർക്ക് ഗുണമാകും എന്നാണ് LDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ? ആരുടെ വോട്ടുകൾ പെട്ടിയിൽ വീണു, ആരുടെ വോട്ടുകൾ പെട്ടിയിൽ വീണിട്ടില്ല? നിതിൻ. അപ്പോൾ ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ചേലക്കരയിൽ LDF നേട്ടമുണ്ടാക്കുന്ന പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ LDFന് ശക്തിയുള്ള പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളിലെല്ലാം ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ എല്ലാ വോട്ടുകളും കൃത്യമായി തന്നെ പോൾ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണയായി LDFന് ഭൂരിപക്ഷം ഉയർന്ന നിലയിൽ ലഭിക്കാറുള്ള എല്ലാ പ്രദേശങ്ങളിലും കൃത്യമായി തന്നെ വോട്ടുകൾ ചെയ്യുകയും പോളിംഗ് പെർസെൻറ്റേജിലെല്ലാം വർധന ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞ പോലെ ഇപ്പോൾ വന്നിട്ടുള്ള കണക്കുകൾ ചെറിയ വേരിയേഷൻ, ഒരു 1-1.5% വരെയൊക്കെയുള്ള വേരിയേഷനുകൾ ഒരു പക്ഷേ നാളെ ഒരു അന്തിമമായ കൃത്യമായ ഇത് വരുന്നതോടുകൂടി, പോളിംഗിനെ സംബന്ധിച്ച വിവരങ്ങൾ വരുന്നതോടുകൂടി വന്നേക്കാം. പക്ഷേ ഇടതുപക്ഷം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു വോട്ടിൻ്റെ ഇടിവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സാധാരണയായി ഒരു വ്യത്യസ്ത പാറ്റേണിലാണ് കേരളത്തിൽ എല്ലാ കാലത്തും വോട്ടിംഗ് നടന്നു വരാറുള്ളത്. അതുകൊണ്ട് തന്നെ K. രാധാകൃഷ്ണന് ലഭിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ സഖാവ് UR പ്രദീപിനും ഈ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയും എന്ന തികഞ്ഞ. പക്ഷേ രമ്യയുടെ വലിയ രീതിയിലുള്ള പ്രകടനമായിരുന്നു. അവസാന ദിവസവും പ്രകടനത്തിന് പോകുമ്പോൾ രമ്യയ്ക്കും കോൺഗ്രസ് ക്യാമ്പിലും വലിയ ആത്മവിശ്വാസമായിരുന്നു. അവരുടെ ഭരണവിരുദ്ധ വികാരമെല്ലാം എണ്ണിപ്പറഞ്ഞാണ് രമ്യ ഹരിദാസ് അവിടെ വോട്ട് തേടിയത്. ഇന്ത്യൻ അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാക്കി എല്ലായിടത്തും UDFൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്ന സാഹചര്യത്തിൽ പോലും രമ്യ ഹരിദാസിന് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയാത്തൊരു മണ്ഡലം കൂടിയാണ് ചേലക്കര എന്നുകൂടി മനസ്സിലാക്കണം. അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ആ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് K. രാധാകൃഷ്ണൻ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ചേലക്കര മണ്ഡലത്തിനകത്ത് കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കോൺഗ്രസ്സുകാർ പുറംമോടിയിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും ആഴത്തിൽ നമ്മൾ നോക്കിയാൽ നേരത്തെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിൻ്റെ AICC അംഗമായിരുന്നയാൾ അവിടെ കോൺഗ്രസ് വിട്ട് മറ്റൊരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. വലിയ താളപ്പിഴവുകളും പാകപ്പിഴകളും ഒക്കെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കിടയിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഇതെല്ലാം കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരിൽ ഒരു നിസ്സംഗത സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വയനാട്ടിലെ കണക്കും നിങ്ങളെ ഞെട്ടിക്കുന്നുണ്ടോ? ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 73.57% പോൾ ചെയ്ത 2024 കഴിഞ്ഞ 6 മാസം മുമ്പുള്ള തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഏകദേശം 8-8.5% ഇടിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയെ വലിയ രീതിയിൽ അവതരിപ്പിച്ചിട്ടും അത് വോട്ടർമാർക്കിടയിൽ കാര്യമായ പ്രതികരണം ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? റിജിൽ മാക്കുറ്റി. ശ്രീ ഡോക്ടർ അരുൺ, ഒരിക്കലും വയനാട്ടിൽ നിങ്ങൾ പറയുന്നത് പോലെ കണക്ക് ശരിയാവില്ല. കാരണം അവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് തുടക്കം മുതൽ തന്നെ അവസാനം വരെ LDF ആയാലും BJP ആയാലും ചിത്രത്തിലില്ലാത്ത അവസ്ഥയാണ്. അവിടെ ഒരു പല മേഖലകളിൽ ഇപ്പോൾ കാണുന്ന തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് താഴെത്തട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ UDFന് അനുകൂലമായി UDF പ്രവർത്തകന്മാരുമാണ്. പല മേഖലകളിലും ഇടതുപക്ഷത്തിൻ്റെതായ പ്രവർത്തനം പോലും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് CPIയുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ CPMൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു പ്രവർത്തനങ്ങളും ആ മേഖലയിൽ നിന്ന് നടന്നിട്ടില്ല എന്നുള്ളത് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോയപ്പോഴൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായും അവിടെ വന്ന വോട്ടുകളെല്ലാം UDFന് അനുകൂലമായ വോട്ടുകളാണ്. ഈ പറയുന്ന കണക്ക് പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പാണ്, പല മറ്റ് സാഹചര്യങ്ങളുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധി കിട്ടുമെന്ന സമയത്ത് ഒരു തർക്കമില്ല. നിങ്ങൾക്ക് അത് വോട്ടെണ്ണുമ്പോൾ മനസ്സിലാവും എന്താ സ്ഥിതി എന്നുള്ളത്. നിങ്ങൾ പറയുന്നത് പോലെ LDFനും അത് BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു ജനതയല്ലല്ലോ കേരളത്തിലെമ്പാടും എന്നുള്ളത്. അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ, ഭരണവിരുദ്ധ വികാരങ്ങൾ ഏറ്റവും
CPIക്കുണ്ട് 2.25 ലക്ഷം. കഴിഞ്ഞ നമ്മൾ ആനി രാജയ്ക്ക് കിട്ടി 2.84 എന്നുള്ളത് മാറ്റി നിർത്തിയാലും ഒരു 2.25 ലക്ഷം 2,70,000 75,000 വോട്ട് CPIയുടെ കേഡർ വോട്ടുകളാണ്. ആ വോട്ടുകൾ മാറില്ലല്ലോ. അപ്പോൾ 10 ലക്ഷത്തിൽ താഴെയാണ് പോളിംഗ് ഉള്ളത്. അങ്ങനെ കഴിഞ്ഞ തവണ 1 ലക്ഷം BJP 1,40,000 പിടിച്ച വോട്ടുകൾ കൂടി കണക്കിലെടുത്ത് നോക്കിയാലും പരമാവധി 6 ലക്ഷം വോട്ടുകൾ മാത്രമല്ലേ നിലവിൽ പ്രിയങ്ക ഗാന്ധിക്ക് നേടാൻ കഴിയൂ കണക്ക് പ്രകാരം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പം നിങ്ങൾ പറയുന്ന ഈ കേഡർ വോട്ടുകളൊക്കെ തന്നെ അവിടെ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വളരെ നിസ്സംഗമായിട്ട് പ്രവർത്തനമാണ് LDF ക്യാമ്പുകൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ ശ്രീ ഡോക്ടർ അരുൺ അവിടെ പോയെന്ന് എനിക്കറിയില്ല, പോയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ഞങ്ങളൊക്കെ തന്നെ പല മേഖലകളിൽ പോകുമ്പോൾ LDFൻ്റെ ഒരു പ്രചരണത്തിൻ്റെ സംവിധാനം പോലുമില്ല. ഇങ്ങനെ പ്രചരണം നടക്കുന്നതായി തന്നെ പല മേഖലകളിൽ കാണാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്കാണ് വയനാട് ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയില്ല. കാരണം വന്ന വോട്ടർമാർ ഞങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വളരെ ശക്തമായ ഒരു UDFൻ്റെ വോട്ടർമാർ വന്നിട്ടുണ്ട്. LDFൻ്റെ ഭാഗത്തുനിന്ന് വലിയ വോട്ടുകൾ വന്നിട്ടില്ല എങ്കിൽ തന്നെ അവരുടെ മേഖലകളാകെ തന്നെ നിസ്സംഗമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ UDFൻ്റെ കോൺഗ്രസിൻ്റെതായാലും UDF മുസ്ലിം ലീഗിൻ്റെ ആയ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായ രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ നന്നായി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു തർക്കമില്ല. വലിയ ഭൂരിപക്ഷത്തെ തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷം തന്നെ അതോടൊപ്പം 5 ലക്ഷം എന്നുള്ളത് ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റുമോ? തീർച്ചയായും നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരട്ടെ, അപ്പൊ കാണാം നമുക്ക് എന്താ സ്ഥിതി എന്നുള്ളത്. വളരെ കൃത്യമായ രൂപത്തിൽ നിൽക്കുന്ന ഒരു ഭൂരിപക്ഷം 11 ലക്ഷമെങ്കിലും പോൾ ചെയ്താലല്ലേ 5 ലക്ഷം ഭൂരിപക്ഷം നമുക്ക് ഊഹിക്കാൻ കഴിയൂ. ഇപ്പോൾ പോൾ ചെയ്തിരിക്കുന്ന കണക്ക് നോക്കൂ, 9,52,000. ഞാൻ പറഞ്ഞു വന്നത് അതെ, ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം UDF വിലയിരുത്തിയ ഭൂരിപക്ഷമാണ്. ആ രൂപത്തിലേക്ക് തന്നെ പോകും. വോട്ടിംഗ് ശതമാനത്തിനകത്ത് കണക്ക് കുറഞ്ഞെങ്കിൽ പോലും ഞങ്ങൾക്ക് കൃത്യമായ വോട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ കൃത്യമായ രൂപത്തിലുള്ള യോഗങ്ങൾ സംഘടിപ്പിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ വരവ് തന്നെ വലിയ രീതിയിൽ ശക്തിപ്രകടനമാക്കി കോൺഗ്രസും UDFും ഒക്കെ മാറ്റി. ലീഗിന്റെ കോട്ടകളിൽ പക്ഷേ വലിയ പോളിംഗ് ഉയർന്നു. കോൺഗ്രസിന്റെ കോട്ടകളിലാണ് പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നത്. ബത്തേരിയിൽ പോളിംഗ് പെർസെന്റേജ് കുറവാണ്, കൽപ്പറ്റയിൽ പോളിംഗ് പെർസെന്റേജ് കുറവാണ്. അതേസമയം ഏറനാട്ടിൽ പോളിംഗ് പെർസെന്റേജ് കൂടുതലാണ്. കോൺഗ്രസിന്റെ കോട്ടകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഡോക്ടർ അരുൺ പിന്നെ കോൺഗ്രസിൻ്റെ കോട്ടകൾ തന്നെയാണ് LDFന് ശക്തിയുള്ള കേന്ദ്രങ്ങൾ. ഇപ്പോൾ LDF ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മേഖലകളാക്കുന്ന LDFന് വലിയ സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ അകത്ത് ഡയറക്റ്റായി നിൽക്കുന്നതാണ് LDFും പിന്നെ CPM പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസ് മേഖലകളാണ്. അവിടെ സ്വാഭാവികമായി ഞങ്ങളുടെ വോട്ടുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ അവിടെ LDFന് എത്രത്തോളം വോട്ട് വന്നു നിങ്ങൾ പരിശോധിക്കണ്ടേ? ആ മേഖലകൾ കോൺഗ്രസും CPMും നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് മണ്ഡലങ്ങൾ, ഒരുപാട് പ്രദേശങ്ങളുണ്ട് വയനാട്. ആ മേഖലകളിൽ LDFന്റെ വോട്ട് എത്രത്തോളം വന്നു? പക്ഷേ ഒരു സംശയം, 2019 രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ 80% വോട്ടർമാരാണ് അവിടെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഒഴുകിയെത്തിയത്. ഇപ്പോൾ ഇതാ നോക്കൂ, ആ കണക്ക് നോക്കിയാൽ 15% കുറവാണ്. അതെന്തുകൊണ്ടായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അന്ന് 4,31,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി രാഹുൽ ഗാന്ധിക്ക്. 80% പോളിംഗ് പെർസെന്റേജ് ഉണ്ടായിരുന്നപ്പോൾ രാഹുൽ ഗാന്ധിക്ക് 80%, പ്രിയങ്ക ഗാന്ധിക്ക് 65%. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ശ്രീ ഡോക്ടർ 65% ഇപ്പോൾ കണക്കാണ്. ഇതിൻ്റെ ടാലിയായി കണക്ക് വരണമല്ലോ, പൊതു കണക്ക്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫൈനൽ ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. തീർച്ചയായും അതിന്റെ കണക്ക് വരുമ്പോൾ നമുക്കറിയാം എത്ര ഏറ്റവും ഒടുവിലുള്ള കണക്കാണ്. 64.69% ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണക്ക്. 64.69. തീർച്ചയായും പൊതു തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യമല്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ. സ്വാഭാവികമായും അതിൻ്റെതായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. ആ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി കഴിഞ്ഞാൽ പോലും ഞങ്ങൾക്ക് ആ ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് തർക്കമില്ലെന്നേ. നിങ്ങൾ നോക്കൂ, ഇതുപോലെ ഡിബേറ്റ് ഇരിക്കുന്നല്ലേ. തീർച്ചയായും പ്രിയങ്ക തരംഗം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധിക്ക് വരുന്ന ആവേശം സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും. ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ മൂഡിലല്ലോ ഒരു ഉല്ലാസ് ബാബു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, BJP പ്രതിനിധി. ഉല്ലാസ് ബാബു, 2 മണ്ഡലങ്ങളിലും വോട്ടർമാരിൽ കാര്യമായ പ്രതികരണം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഒരു പ്രചരണത്തിനും. 4% കുറവ് ചേലക്കര മണ്ഡലത്തിലുണ്ട്. 8% കുറവ് വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ കുറഞ്ഞ വോട്ടിംഗ് ശതമാനം എന്തിൻ്റെ സൂചനയാണ് ഉല്ലാസ് ബാബു? നിങ്ങളുടെ വോട്ടർമാർ കൃത്യമായും പോളിംഗ് ബൂത്തിൽ എത്തി എന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ലഭ്യമായ സമയത്തിനുള്ളിൽ കിട്ടിയ ലഭ്യമായ വിവരം അനുസരിച്ച്?
നോക്കൂ, കഴിഞ്ഞ തവണ ചേലക്കരയിൽ പോൾ ചെയ്ത പെർസെൻറ്റേജും തമ്മിൽ നേരിയ വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ അതിൻ്റെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. 1.5 ലക്ഷത്തി സംതിങ്ങാണ് കഴിഞ്ഞ പ്രാവശ്യം പോൾ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു അടുത്തൊക്കെ ഇപ്രാവശ്യം ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ജനങ്ങൾക്ക് മടുപ്പ് വന്നു തുടങ്ങിയെന്ന്. എത്ര കാലമായിട്ട് ഇവർ ഇങ്ങനെ തെരഞ്ഞെടുപ്പുകൾക്ക് പോകുന്നു, ഇങ്ങനെ ഓരോരുത്തരുടെ വാഗ്ദാനങ്ങൾ കേട്ട് ജനങ്ങൾക്കും മടുപ്പ് വന്നിട്ടുണ്ടാകാം. പക്ഷേ ഇത്തവണ ചേലക്കര പോലെയുള്ള, വയനാട് പോലെയുള്ള, പാലക്കാടിന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ മാധ്യമങ്ങളുടെ ഒരു ഇടപെടലുകൾ അത് ഞാൻ ചെറുതായി കാണുകയല്ല. എനിക്ക് അരുൺകുമാറിനോട് ഞാൻ അതിനുശേഷം നമ്മളിതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. കാരണം പാലക്കാട് നിങ്ങൾ 5 റിപ്പോർട്ടർമാരെ വെച്ചുകൊണ്ട് മുക്കിലും മൂലയിലും നടക്കുന്ന പ്രവർത്തനങ്ങളെ എടുത്തു കാണിച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു. ഐ എം റിയലി അപ്രീഷിയേറ്റീവ്. കാരണം അതൊരു സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളിലേക്ക് ജനപ്രതിനിധികൾ എത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾ അവതരിപ്പിച്ചൊരു പരിപാടി. അതിനുശേഷം നമ്മൾ കാണാത്തതുകൊണ്ട് ഇപ്പോൾ അതിന് മറുപടി പറഞ്ഞതെന്ന് മാത്രം. ഇത് തന്നെയാണ് ചേലക്കരയിൽ, ഇത് തന്നെ വയനാട്ടിലും. നിങ്ങൾ ഓരോ മുക്കിലും മൂലയിലും എല്ലാ മാധ്യമപ്രവർത്തകരും, റിപ്പോർട്ടറെന്നല്ല, എല്ലാ മാധ്യമപ്രവർത്തകരും എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യ കാര്യങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ജനങ്ങളിലേക്ക്, ഇടതുപക്ഷവും വലതുപക്ഷവും ഞങ്ങളെ ഇത്ര കാലമായിട്ട് പറ്റിക്കുകയായിരുന്നു എന്നും ഞങ്ങളിലേക്ക് സത്യത്തിൽ വികസനം എത്തിയിട്ടില്ല എന്നും ഞങ്ങൾ ഇവിടെ വിശ്വസിച്ചത് പരിപൂർണമായി തെറ്റായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് പൊതുവെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഉണ്ടായതുകൊണ്ട് തന്നെ കൂട്ടായിട്ടുള്ള അവരുടെ ആ വരവും വോട്ടിംഗ് പാറ്റേണൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ചേലക്കരയിൽ ഒരു സംശയവും വേണ്ട, ചേലക്കരയിൽ ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പരിപൂർണമായിട്ടും ചേലക്കരയിൽ നിങ്ങളുടെ ജെയ്സൺ അടക്കം റിപ്പോർട്ട് ചെയ്ത മാതിരി BJPയുടെ വളർച്ച അല്ലെങ്കിൽ BJPയുടെ പ്രവർത്തനം അത്ര ചെറുതല്ല എന്ന് പറഞ്ഞാൽ BJP ചെറുതാക്കി കാണാൻ കഴിയില്ല ഉല്ലാസ്. കാരണം കഴിഞ്ഞ തവണ 2021-ൽ 28,000 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തുളസി മത്സരിക്കുമ്പോൾ 2016-ൽ 3 മടങ്ങാണ് വർദ്ധിപ്പിച്ചത്. 5% നിന്ന് 15% അത് വർദ്ധിപ്പിച്ചു തുളസിയുടെ സമയത്ത് തന്നെ. അതിനുശേഷം ഷാജു വട്ടക്കാട് മത്സരിക്കുമ്പോൾ വീണ്ടും അത് നിലനിർത്തുന്നു. TN സരസ് വരുമ്പോൾ വീണ്ടും അത് ഉയർത്തുന്നു. അപ്പോൾ BJPക്ക് ചേലക്കര മണ്ഡലത്തിൽ ക്രമാനുഗതമായ വളർച്ചയുണ്ട്. പക്ഷേ അത് 30,000 വോട്ടിൽ താഴെയാണ് എന്നതാണ് BJP ക്യാമ്പിലുള്ള പ്രശ്നം. ഉല്ലാസ്, അത് BJP ക്യാമ്പിലുള്ള പ്രശ്നമല്ല. ജനങ്ങൾ തിരുത്തൽ ശക്തികളാകും. ശ്രീ അരുൺകുമാർ, നിങ്ങളുടെയൊക്കെ ഇടപെടലുകൾ, മാധ്യമങ്ങളുടെയൊക്കെ എത്ര കൃത്യമായിട്ടുള്ള ഇടപെടലുകളും ഓരോ സ്ഥലങ്ങളെയും ഒപ്പിയെടുത്ത് നിങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തതിൻ്റെയൊക്കെ ഏറ്റവും വലിയ റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നത് BJPക്കാണ്. കാരണം ജനങ്ങൾ തിരുത്തൽ ശക്തിയാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഞങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് ചേലക്കരയും വയനാടും പാലക്കാട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പൊക്കെ. അതായത് ഇവർ ജയിപ്പിച്ച് വിട്ടവരൊക്കെ ഇവർക്ക് യാതൊരുവിധ ഗുണവും ചെയ്തിട്ടില്ല എന്നുള്ളത് പരിപൂർണമായി മനസ്സിലാക്കിയിരിക്കുന്നു. ജനങ്ങൾ തിരുത്തൽ ശക്തിയാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഉല്ലാസ് ബാബു പറയുന്നത്. നിതിൻ, അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2 ഉപതെരഞ്ഞെടുപ്പുകളും അതാത് മുന്നണികൾ വരുത്തിവെച്ചതാണ് എന്നതാണ് BJPയുടെ വാദം. 3 മുന്നണികളും, പാലക്കാടാണെങ്കിലും ശരി, ഇവിടെ ചേലക്കരയാണെങ്കിലും ശരി, വയനാടാണെങ്കിലും ശരി, നിലവിലുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചു വിട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ 3ഇടത്തും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ അർത്ഥത്തിൽ വോട്ടർമാരിൽ കാര്യമായ ഒരു രാഷ്ട്രീയ നിസ്സംഗത ബാധിച്ചിട്ടുണ്ട്. ഒരു വോട്ടിംഗ് നിസ്സംഗത വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ ആർക്ക് വോട്ട് ചെയ്താലും ഒരു പ്രയോജനവുമില്ല എന്നൊരു നിസ്സംഗതയിൽ നിന്നാണോ ഈ നിർവികാരമായ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിരിക്കുന്നത്? ഉല്ലാസ്, നിതിൻ കിണശ്ശേരി. ഉണ്ടാകുന്നത് നാടിനും ജനങ്ങൾക്കും ഒന്നും ഇഷ്ടമുള്ള ഒരു കാര്യമൊന്നും ആണ് എന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായും ജനങ്ങൾക്കുമൊക്കെ ഈ തുടർച്ചയായി ഇങ്ങനെ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നതിൻ്റെ പ്രയാസങ്ങളൊക്കെ ജനങ്ങൾക്കും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ വയനാടിൻ്റെ കാര്യത്തിൽ നേരത്തെ റിജുൽ പറഞ്ഞു, ഇവിടെ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ തന്നെ ഈ ചോദ്യം ഉയർന്നിരുന്നതാണ്. വയനാട് അദ്ദേഹം 2 മണ്ഡലങ്ങളിലായി മത്സരിച്ച ഘട്ടത്തിൽ ഏത് മണ്ഡലമായിരിക്കും അദ്ദേഹം ഒഴിവാക്കുക എന്ന്. അന്ന് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിച്ചതുപോലെയല്ല ജയിച്ചു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ പ്രിയങ്ക മത്സരിക്കേണ്ടിയിരുന്നത്. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ വളരെ നന്നായി കോൺഗ്രസ്സിനൊരു തിരിച്ചുവരവ് നടത്താനൊക്കെയാണ് കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധിയെപ്പോലൊരാൾ മത്സരിക്കേണ്ടിയിരുന്നത് വയനാട് സീറ്റിലായിരുന്നില്ല. അവർ മത്സരിക്കേണ്ടിയിരുന്നത് ഉത്തരേന്ത്യയിലെ സീറ്റിലായിരുന്നു മത്സരിക്കേണ്ടിയിരുന്നത്. കോൺഗ്രസ് എന്തായാലും അതിന് തയ്യാറായില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഇതെല്ലാം ജനങ്ങൾ കാണുമല്ലോ. സ്വാഭാവികമായും വയനാട് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എതിരാളികൾ പോലും, അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വയനാട് വന്ന ഘട്ടത്തിൽ വലിയ പ്രചരണമായി വന്നത് കേരളത്തിലാകെ
ബാക്കി വയനാട് മാത്രമല്ല ബാക്കിയുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലുമൊക്കെ ഇതൊരു തരംഗമായി വരും എന്നൊക്കെയാണ് കോൺഗ്രസ് പ്രചരിപ്പിക്കാൻ നോക്കിയത്. പക്ഷേ അതൊന്നും വയനാട്ടിലെ ജനങ്ങൾക്കിടയിൽ പോലും അത് അങ്ങനെ സ്വീകാര്യതയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് വല്ലാതെ കുറഞ്ഞതിൻ്റെ ഒരു കാരണമായി ഞാനുമൊക്കെ, അല്ലെങ്കിൽ അതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ ചേലക്കരയിലും അതുപോലെ തന്നെ പാലക്കാടും ഉപതെരഞ്ഞെടുപ്പിനുണ്ടായ ഒരു സാഹചര്യം, നേരത്തെ ഇവിടെ ഉല്ലാസ് ബാബു പറഞ്ഞ കാര്യത്തിൽ ഒരു വിമർശനം അല്ലെങ്കിൽ അദ്ദേഹത്തോടൊരു വിയോജിപ്പുള്ളത്, ഇവിടെ നോക്കൂ, ഞങ്ങൾ ആലത്തൂർ മണ്ഡലത്തിൽ സഖാവ് രാധാകൃഷ്ണനെ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിക്കുന്നത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടപ്പോൾ ആ സീറ്റ് പിടിച്ചെടുക്കുന്നതിന്, ആലത്തൂർ സീറ്റ് പിടിച്ചെടുക്കുന്നതിന് ഞങ്ങൾക്ക് ലഭ്യമായ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തണം എന്നതുകൊണ്ടും എന്ന നിലയിലാണ് ഞങ്ങൾ കെ രാധാകൃഷ്ണനെ അവിടെ മത്സരിപ്പിക്കുന്നത്. ഞങ്ങൾ വടകരയിലും ശൈലജ ടീച്ചർ മത്സരിപ്പിച്ചത് അങ്ങനെ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പോയ ഒരു സീറ്റ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമായിട്ടാണ് ഞങ്ങൾ നടത്തിയത്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ രൂപപ്പെട്ട ഒരു സാഹചര്യം, കോൺഗ്രസ് ജയിച്ചു നിൽക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിനേക്കകത്താണ് അവിടെയുള്ള സിറ്റിംഗ് എം പിയെ മാറ്റി പാലക്കാട്ട് നിന്ന് വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ, താരതമ്യേന ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച MLAയെ കൊണ്ടുപോയി മത്സരിപ്പിക്കുകയും പാലക്കാട് ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ നിർബന്ധിതമായ സാഹചര്യം ഉണ്ടാക്കുകയുമൊക്കെ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും ഈ രാഷ്ട്രീയ സാഹചര്യവുമൊക്കെ ജനം വിലയിരുത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ നിസ്സംഗത പാലക്കാട്ടും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ? ഇതിന് മുന്നറിയിപ്പാണോ നിതിൻ? ഇല്ല, അങ്ങനെ ഒരു നിസ്സംഗത വോട്ടർമാർക്കിടയിൽ സ്വാഭാവികമായും ഒരു വിഭാഗം ആളുകൾക്കിടയിൽ അതിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ തുടർ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നതിലുള്ള ഒരു പക്ഷേ പ്രതിഷേധങ്ങളുമൊക്കെ ഉണ്ടാകും. പക്ഷേ ആ പ്രതിഷേധം ഞാൻ പറഞ്ഞില്ല. ഇവിടെ ഏത് സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ കെ രാധാകൃഷ്ണൻ മത്സരിപ്പിക്കുന്നത് ശൈലജ ടീച്ചറൊക്കെ MLAമാരായിരുന്ന ആളുകളെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളാക്കേണ്ടി വന്നത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയാണ് ചേലക്കരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ കളമുണ്ടാകുന്നത്. എന്നാൽ ഇവിടെ നോക്കൂ, ഒരു സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസിൻ്റെ കെ മുരളീധരനെ പോലെ വളരെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ജയിച്ചു നിന്നിരുന്നൊരു സ്ഥലത്തേക്കാണ് പാലക്കാട്ട് MLAയെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നത്. ആ കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന് 86,000 വോട്ട് BJPക്ക് പോയപ്പോഴാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു BJPക്ക് ലോക്സഭാ അംഗം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇതിനെല്ലാം കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. സ്വാഭാവികമായും പാലക്കാട്ടെ ജനം മതനിരപേക്ഷമായി ചിന്തിക്കുന്ന വോട്ടർമാരാണ് പാലക്കാടുള്ളത്. കേരളത്തിൽ പൊതുവിലുള്ളത്, പാലക്കാടും അങ്ങനെ തന്നെയാണുള്ളത്. തീർച്ചയായും മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ വിജയം ഉറപ്പാക്കുന്ന തരത്തിലായിരിക്കും. ഒരു ചെറിയ ഇടവേള കൂടി വേണം. വോട്ടർമാരുടെ ഇടയിൽ പ്രകടമായ നിസ്സംഗതയുടെ പ്രതിഫലനമാണോ ഈ കുറഞ്ഞ വോട്ടിംഗ് ശതമാനം എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. വയനാട്ടിൽ 7.5% മുതൽ 8% വരെ പോളിംഗ് ശതമാനം കുറഞ്ഞേക്കാം. അന്തിമ കണക്ക് വരുന്നതേയുള്ളൂ. ചേലക്കരയിൽ 4 മുതൽ 4.5% വരെ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞേക്കാം. പോളിംഗ് ശതമാനം ഇടിയുന്നത് ഏത് മുന്നണിയുടെ നെഞ്ചിടിപ്പാണ് ഏറ്റുന്നത്? നിസ്സംഗതയോ പ്രകടമാകുന്നത് കുറഞ്ഞ പോളിംഗ് ശതമാനത്തിൽ എന്നാണ് ചോദ്യം. ഇടവേളയ്ക്ക് ശേഷം തുടരും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാം അംഗം. ഇടിവ് ഏത് മുന്നണിയുടെ ഏത് സ്ഥാനാർത്ഥിയുടെ നെഞ്ചിടിപ്പേറ്റുന്നു എന്നാണ് ചോദ്യം. ജനവിധിയിൽ നൽകുന്ന സൂചന എന്ത് എന്നാണ്. റുജിൽ മാക്കുറ്റിയിലേക്ക് പോകുന്നു. റുജിൽ മാക്കുറ്റി, നേരത്തെ നിതിൻ കിടച്ചേരി ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ ആത്മവിശ്വാസം പാലക്കാട് എത്രത്തോളം ഫലവത്താകുമെന്നതാണ് ചോദ്യം. ഈ വയനാട്ടിലെ 8% ഇടിവും ചേലക്കരയിലെ 4% ഇടിവും പാലക്കാട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ശ്രീ ഡോക്ടർ അരുൺ, യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുന്ന ഏക മുന്നണി UDF ആണ്. കാരണം ഈ 2 സർക്കാരുകൾക്കെതിരെയായിട്ടുള്ള വലിയ വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പിനുണ്ടാകും. നിങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളല്ലല്ലോ ജനങ്ങളെ ബാധിക്കും. ജനങ്ങളെ ബാധിക്കുന്ന വിഷയം അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ്. വിലക്കയറ്റം പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 1 കിലോ ഉള്ളിയുടെ വില 25 രൂപയാണ്. ആ രൂപത്തിൽ സാധാരണക്കാരെയും വീട്ടമ്മമാരെയും ബാധിക്കുന്ന വിലക്കയറ്റം ഒരു പ്രശ്നമാണ് ഇവിടെ. അതോടൊപ്പം തന്നെ പെൻഷൻ കിട്ടാത്ത പ്രശ്നം, പാലക്കാട് സംബന്ധിച്ചിടത്തോളം നെല്ലിൻ്റെ താങ്ങുവില കുറച്ചതുമായി ബന്ധപ്പെട്ട വിഷയം, അങ്ങനെ അടിസ്ഥാനപരമായി ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത്. വയനാടാവുമ്പോൾ കർഷകന്മാരുടെ പ്രശ്നങ്ങളുണ്ട്. രാജ്യം ഭരിക്കുന്ന സർക്കാർ, കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരെ തന്നെയാണ് ആ വിഷയങ്ങൾ. വയനാടായാലും പാലക്കാടായാലും ചേലക്കരയിലാണ് വികസന രാഷ്ട്രീയം വ്യക്തമായി പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രചരണം നടത്തിയത്. പക്ഷെ ചേലക്കരയിൽ ഈ വികസന വിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാരാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ സർക്കാരിനെതിരെ ഒരു സൂചന എന്ന വണ്ണം വിധി എഴുതാൻ കൂടുതൽ ആളുകൾ എത്തിച്ചേരേണ്ടതല്ലേ? ഇവിടെ 4% ആളുകൾ കുറവാണ്.
അല്ല, ഞാൻ പറയട്ടെ, അത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഉപതെരഞ്ഞെടുപ്പായെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചേലക്കരയിലെ ജനതയും അതിശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഈ എത്രയോ വർഷങ്ങളായി CPM കുത്തകവൽക്കരിച്ചിട്ടുള്ള ചേലക്കര ഇത്തവണ ഞങ്ങൾ ജയിക്കാൻ പോവാണ്. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. പിന്നെ ഇദ്ദേഹം ഇവിടെ ഇടതുപക്ഷത്തിന്റെ CPM പ്രതിനിധി ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾക്ക് രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ അത് പ്രശ്നമില്ല, ഞങ്ങൾ ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ അത് പ്രശ്നമാണ്. കാരണം എന്താ, ഇപ്പൊ നിങ്ങൾ ഇട്ടാൽ ബർമുട, ഞങ്ങൾ ഇട്ടാൽ കളസാണോ? എന്താണ് നിലപാടിന്റെ ഭാഗമായി മാത്രം ലീഡ് വ്യത്യാസമുള്ളൊരു മണ്ഡലമാണ്. അവിടെ 2ാം സ്ഥാനത്ത് BJP ആണ്. അവിടെ വിജയസാധ്യതയുള്ള ഷാഫി പറമ്പിൽ BJPക്ക് സീറ്റ് കൊടുത്തു പോകുന്നു എന്നാണ് ചോദ്യം. അല്ല, എൻ്റെ പോയിന്റ് അതാണ്. നിങ്ങൾ ഈ 3000 എന്ന് പറയുന്നുണ്ടല്ലോ, അത് മെട്രോമൻ ശ്രീധരൻ മത്സരിച്ചപ്പോഴാണ് 3000 വർധന കുറവുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് VK ശ്രീകണ്ഠനാണ് ഇവിടുത്തെ പാർലമെന്റ് സ്ഥാനാർത്ഥി. അവിടെ മത്സരിച്ചത് BJPയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. ആ ചെയർമാനായി അദ്ദേഹം ഇവിടെ മുനിസിപ്പൽ കൗൺസിലറായും നിരവധി തവണ മത്സരിച്ച ഒരു വ്യക്തി ഇവിടെ വീണ്ടും മത്സരിക്കുമ്പോൾ അയാൾ 9000 വോട്ടിന് മുകളിൽ ശ്രീകണ്ഠന് ലീഡുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് വോട്ട്. ആ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ജയിച്ച് കയറാൻ സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ ഡോക്ടർ അരുണോട് പറയാം. ഇവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവർക്കകത്തുണ്ടായ അന്തഃഛിദ്രം, EP ജയരാജൻ പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ്. അദ്ദേഹത്തെ പേടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നിഷേധിച്ചിട്ടുണ്ടാവുക, കേസ് കൊടുത്തിട്ടുണ്ടാവുക. ഈ കേസുമായി ബന്ധപ്പെട്ട് DGP ഓഫീസിൽ ഒരു പരാതി സെല്ലിന് EP ജയരാജൻ കൊടുക്കണം. ഒരുപാട് പരാതി കൊടുത്തിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ കുറിച്ച് കൃത്യമായി നിയമ നടപടി എന്തെല്ലാം പ്രകാശ് ജാവേദ്കറുമായി ബന്ധപ്പെട്ട് നിയമ നടപടിക്ക് സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് നിയമ നടപടി EP ജയരാജൻ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായിട്ടുണ്ട്? തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ആത്മകഥ വന്നത്. പാലക്കാടും എന്നൊരു ഭയം നിങ്ങൾക്കുണ്ടോ ഉല്ലാസ്? കാരണം ചേലക്കരയേക്കാൾ കൂടുതൽ വിജയസാധ്യത നിങ്ങൾ കണക്കാക്കുന്നത് പാലക്കാടാണ്. ഒറ്റ മിനിറ്റ് അവസാനിപ്പിക്കാം. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. BJPയുടെ ഒരു വിഷയം എന്തറിയോ? BJPയുടെ സന്ദീപ് വാര്യർ ഉയർത്തിയ പ്രശ്നമുണ്ട്. ഇവിടെ പാലക്കാട് പോലെ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ മൂത്താൻ സമുദായം നിൽക്കുന്ന ഒരു നാട്ടിൽ ഇവരുടെ ആ സമുദായത്തിൽപ്പെട്ട സന്ദീപ് വാര്യർ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ പ്രശ്നം നടക്കുകയാണ് ഇവിടെ. അദ്ദേഹത്തിന്റെ അമ്മ മൂത്താൻ സമുദായത കൊണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥി അവിടെ പോയില്ല എന്ന് പറയുമ്പോൾ ഈ സ്ഥാനാർത്ഥിയുടെ ജാതീയമായ വിഷയങ്ങൾ പോലും BJPക്കകത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവ രണ്ട് മുന്നണികൾക്കെതിരായിട്ടുള്ള വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാകും. എൻ്റെ പൊന്നു അരുൺകുമാർ, ഇയാൾക്ക് വല്ല മാനസിക രോഗം ഉണ്ടാവും. അല്ലാതെ ഒരാളുടെ സമുദായം നോക്കി, ജാതി നോക്കി, ഇപ്പോൾ ഇവരുടെ മനസ്സിലുണ്ടല്ലോ ഈ തുഷ്ടമായിട്ടുള്ള ചിന്താഗതി തന്നെയാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ്. സാധാരണക്കാരിലേക്ക് വികസനം എത്തിക്കണമെന്നോ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്നോ ഒന്നുമല്ല ഇവരുടെ ആവശ്യം. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ, അവിടെ മിണ്ടാതിരി. താങ്കൾ സംസാരിക്കുമ്പോൾ മിണ്ടിയില്ലല്ലോ. താങ്കൾ ചെയ്തിട്ടുള്ള ക്രൂരതയും തെമ്മാടിത്തരങ്ങളൊക്കെ കേരളം കൃത്യമായി കണ്ടതാ. അതിന്റെ പേരിൽ കൃത്യമായിട്ട് പാർട്ടി നടപടി എടുത്തവരല്ലേ. അപ്പൊ ആ പ്രശ്നമൊന്നും ഇവിടെ വേണ്ട. താങ്കൾ സംസാരിക്കുമ്പോൾ മാന്യമായി ഇരുന്നത് പറയുന്നതെല്ലാം ശരിയായതുകൊണ്ടല്ല, പക്ഷെ താങ്കൾ എന്റെ ഒരു മാന്യതയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാതിരുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉല്ലാസ് തുടരാം. ഈ വ്യക്തിപരമായി പോകണ്ട, നമ്മൾ രാഷ്ട്രീയമാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഉല്ലാസ് ബാബു തുടരാം. ശരി 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 പഴയകാല കച്ചവടം ഉണ്ടല്ലോ, ആ കച്ചവടം നീ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. ഉല്ലാസ സമയം നമ്മളിവിടെ പൂർണ്ണമാവുകയാണ്. ആരാ സന്ദീപ് വാര്യർ? തന്റെ പാർട്ടി നേതാവല്ലേ? ഞങ്ങളുടെ പാർട്ടിക്കാരനാണോ? വർത്തമാനം പറയാൻ വേണ്ടി ഒരു സംസ്കാരമില്ലാത്തവർ ഇവിടെ പോകേണ്ടതില്ല. ഉല്ലാസ് നന്ദി. ഉല്ലാസ് നന്ദി. റിജിൽ ബാക്കുറ്റി നന്ദി. നിതിൻ കടച്ചേരി ചർച്ചയിൽ ചേർന്നതിന്. ഇടിയുന്ന പോളിംഗ് ശതമാനം ആരുടെ നെഞ്ചിടിപ്പേറ്റുമെന്നതായിരുന്നു ചോദ്യം. ജനവിധിയിലെ സൂചന 23-ാം തീയതി അറിയാം. പാലക്കാട്ടും പോളിംഗ് ശതമാനം കുറയുമോ എന്ന ആശങ്കയിലായിരിക്കും സ്വാഭാവികമായും മുന്നണികൾ. ഇനി EP ജയരാജൻ എഴുതാത്ത ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നതായി വന്നിരിക്കുന്ന വിഷയങ്ങളാണ് ഇനി ചർച്ച ചെയ്യുന്നത്. Debate with Dr. Arun Kumar.